ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ആംഗുലർ ട്യൂട്ടോറിയലിൽ ഞാനിവിടെ കാണിക്കുന്നത് ആംഗുലർ റെസ്റ്റ് API ആണ്. അതായത് റെസ്റ്റ് API ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു കോണ്ടാക്ട് ഫോം സബ്മിറ്റ് ചെയ്ത് PHPയിലേക്ക് ഡാറ്റ സബ്മിറ്റ് ചെയ്യുക എന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് മുന്നേ ചെയ്തു വെച്ച HTML നിന്ന് ആംഗുലർക്ക് കൺവേർട്ട് ചെയ്ത് വെച്ച വെബ്സൈറ്റിലെ കോണ്ടാക്ട് ഫോമാണ്. എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും ആ വീഡിയോ കാണാം, എങ്കിലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. നമ്മുടെ വെബ്സൈറ്റിൽ ഒരു കോണ്ടാക്ട് പേജ് ഉണ്ട്, അതിൽ കോണ്ടാക്ട് ഫോം ഉണ്ട്. ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതിലെ വാല്യൂസ് റെസ്റ്റ് API വഴി PHP പേജിലേക്ക് സബ്മിറ്റ് ചെയ്താണ് കാണിക്കുന്നത്. ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്മിറ്റ് ചെയ്ത വാല്യൂ ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ സെൻഡ് ചെയ്യാം. അപ്പോൾ അതിനെങ്ങനെയാണ് റെസ്റ്റ് API യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ റെസ്റ്റ് API ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ആംഗുലർ ആപ്പിലെ ആപ്പ് module.ts കുറച്ച് ചേഞ്ചസ് വരുത്തണം. ഫസ്റ്റ് വേണ്ടത് ഇതാണ്. നമ്മൾ ആംഗുലറിൽ ഒരു HTTP പാക്കേജ് ഉണ്ട്, അതിനെ ഇമ്പോർട്ട് ചെയ്യണം. പിന്നെ ഫോം പാക്കേജ് ഉണ്ട്, അത് രണ്ട് ഇമ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടി ഈ കോഡാണ് ഉപയോഗിക്കേണ്ടത് ഇമ്പോർട്ട് ചെയ്യാനുള്ളത്. അത് ഇമ്പോർട്ട് ചെയ്ത ശേഷം വാല്യൂ നമ്മൾ ഈ ഇമ്പോർട്ട്സിൽ ഉള്ളിൽ കൊടുക്കണം. HTTP ക്ലയന്റ് മൊഡ്യൂള്, അതുപോലെ ഫോം മൊഡ്യൂള്. അത് ആഡ് ചെയ്ത ശേഷം എറർ നോക്കാം. അപ്പോൾ എററൊന്നും ഡിസ്പ്ലേ ചെയ്യുന്നില്ല. അത് ഇമ്പോർട്ട് ചെയ്ത ശേഷം പിന്നെ വേണ്ടത് നമ്മൾ ഫോം ഓപ്പൺ ചെയ്യുക. അതായത് കോണ്ടാക്ട്സ് പേജ് ഉണ്ടല്ലോ, കോണ്ടാക്ട്സ് ഫോമിൽ നമ്മൾ HTML പേജ് ഓപ്പൺ ചെയ്യണം. ആ ഫോമിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. അതായത് ആംഗുലറിൽ ഒരു NG മോഡൽ ഉണ്ട്. അതായത് ഈ ഫോമിലുണ്ടല്ലോ ഓരോ ഇൻപുട്ട് ഫീൽഡിലും, അതിന് ലാസ്റ്റ് നമ്മൾ NG മോഡൽ എന്നുള്ള ആട്രിബ്യൂട്ട് ആഡ് ചെയ്യാം. ബട്ടൺ ഒഴികെയുള്ള എല്ലാ ഇൻപുട്ട് ഫീൽഡിലും. ഇത് ഇമ്പോർട്ട് കാര്യമാണ്. ഇത് ആഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഡാറ്റ സബ്മിറ്റ് ചെയ്യുമ്പോൾ കിട്ടില്ല. NG മോഡൽ എന്നുള്ള ആട്രിബ്യൂട്ട് ആഡ് ചെയ്യാം ടെക്സ്റ്റ് ബോക്സിലെല്ലാം. പിന്നെ വേണ്ടത് നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുക. അതിന് ഇതാണ് ആംഗുലറിൻ്റെ കോഡ്. ഇതിനു വേണ്ടി അതായത് ഹാഷ് യൂസർ ലോഗിൻ എന്നുള്ള ഒരു വേരിയബിൾക്ക് നമ്മൾ ഫോമിന്, അതായത് ഈ ഫോമിന് അസൈൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ NG സബ്മിറ്റ് എന്നാണ് ആംഗുലറിൽ സബ്മിറ്റിനുള്ള കീവേഡ്. അത് ഈക്വൽ ടു നമ്മൊരു ഫംഗ്ഷൻ്റെ നെയിം കൊടുക്കാം. നമുക്ക് എന്ത് നെയിം കൊടുക്കാം? ഞാൻ ഇവിടെ ഓൺ ക്ലിക്ക് സബ്മിറ്റ് കൊടുത്തു. പിന്നെ ഈ വേരിയബിൾ ഉണ്ടല്ലോ ഫോം അസൈൻ ആഡ് ചെയ്തില്ല, ആ ഫോം ഡോട്ട് വാല്യൂ ഇത്രയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫോം സബ്മിറ്റ് ചെയ്യാനുള്ള ഇതായി. അതിനുശേഷം നമ്മൾ കോണ്ടാക്ട്സിലൊരു കോമ്പോണന്റ് ഉണ്ട്. അതിലാണ് component.tsലാണ് ഞാൻ എല്ലാ കോഡ് ആഡ് ചെയ്തത്. രണ്ട് രീതിയിൽ ആഡ് ചെയ്യാം. ഒരു ആംഗുലർ ഒരു സർവീസ് തുടങ്ങിയിട്ട് ആ സർവീസിൽ ആഡ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട്സിലുള്ള component.tsൽ എല്ലാം ടൈപ്പ് സ്ക്രിപ്റ്റ് കോഡും ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് component.tsലാണ് ആഡ് ചെയ്യുന്നത് പോകുന്നത്.
component.is contact component.is ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ ഈ രണ്ട് പാക്കേജുകൾ ഇമ്പോർട്ട് ചെയ്യണം. ഒന്ന് നമ്മൾ HTTP ക്ലയൻറ്റ് നമ്മൾ HTTP വെച്ച് റെസ്റ്റ് API ചെയ്യാൻ പോകണം, കണക്ട് ചെയ്യണമെങ്കിൽ അത്. പിന്നെ മുന്നത്തെ പോലെ ഫോമിന് ഇമ്പോർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഫുൾ കോഡ് കൂടെ ഓൾറെഡി ചെയ്തിച്ച കോഡ് ഞാൻ കോപ്പി ചെയ്യണം. ഈ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഡീഫാൾട്ട് ഒരു ക്ലാസ് ഉണ്ടോ, എക്സ്പോർട്ട് കോണ്ടാക്ട് കോമൺ ഇംപ്ലിമെന്റ് ഇനിറ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ കോഡ് ആഡ് ചെയ്യാണ്. ഈ കൺസ്ട്രക്ടർ എന്നുള്ള ഫംഗ്ഷൻ ഡീഫാൾട്ട് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് വേണ്ടത് കൺസ്ട്രക്ഷൻ എന്നുള്ള ഡീഫാൾട്ട് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് HTTP ക്ലയൻറ്റ്. അതിന് കാൾ ചെയ്യണം. പ്രൈവറ്റ് HTTP ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് HTTP ക്ലയൻറ്റ് ഡിക്ലെയർ ചെയ്യണം. അതായത് നമ്മൾ ഈ പേജിലേക്ക് വരുമ്പോഴേക്കും നമുക്കറിയാം കൺസ്ട്രക്ടർ യൂസ് ചെയ്താൽ ഓട്ടോമാറ്റിക് അത് കാൾ ചെയ്യും ഫസ്റ്റ് ഈ പേജ് ലോഡ് ആകുമ്പോൾ. പിന്നെ വേണ്ടത്, പിന്നെ ഞാൻ പറഞ്ഞുതരാം, ഓൺ സബ്മിറ്റ് നമ്മൾ ഫോമിൽ കൊടുക്കുന്നുണ്ട് ഫംഗ്ഷൻ. അതിൽ ഫോം ഡാറ്റ, ആ ഫോമിലുള്ള എല്ലാ ഡാറ്റയും നമ്മൾ ആട്രിബ്യൂട്ടായി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫോമിലുള്ള എല്ലാ ഡാറ്റ ഒരു അറേൻ്റെ ഉള്ളിൽ ഇടുകയാണ്. ഞാൻ ലോഡ് എന്നുള്ളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റന്റ്. അതിലേക്ക് നെയിം നമ്മൾ ഫോമിലുണ്ട്. നമുക്ക് ഒത്തിരി ഫീൽഡുള്ളത്, നെയിം, ഇമെയിൽ, സബ്ജക്റ്റ്, ഫോണ്, മെസ്സേജ്. അതിന് ഓരോന്നിനെയും 1 by 1 ആയി അറേക്ക് ആഡ് ചെയ്യുന്ന നെയിം ഉള്ള വേരിയബിൾ ഉണ്ടാക്കിയിട്ട് ഫോം ഡാറ്റ, ഈ ഫോം ഡാറ്റ ഡോട്ട് നെയിം, അങ്ങനെ ഇമെയിൽ ഫോം ഡാറ്റ ഡോട്ട് ഇമെയിൽ, ഫോൺ ഫോം ഡാറ്റ ഫോൺ, സബ്ജക്റ്റ് ഫോം ഡാറ്റ സബ്ജക്റ്റ്, മെസ്സേജ് ഫോം ഡാറ്റ മെസ്സേജ്. ഇത്രയും ഒരു വേരിയബിൾക്ക് ആഡ് ചെയ്ത ശേഷം നമ്മളൊരു അറേറ്റ് ആഡ് ചെയ്തു. അതിന് വീണ്ടും ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണ്. അതായത് നമ്മൾ ഇങ്ങനെ തുടങ്ങും ദിസ് ഡോട്ട് ക്രിയേറ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് ഈ അറേനെ അതിൽ കാൾ ചെയ്തു. അപ്പോൾ ഈ ക്രിയേറ്റ് പ്രോഡക്റ്റ് എന്നുള്ള ഈ ഫംഗ്ഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അറേ ആഡ് ചെയ്തു. പിന്നെ ഇതാണ് അതിൻ്റെ പോസ്റ്റ് ചെയ്യാനുള്ള ആംഗുലർ APIൻ്റെ സിൻടാക്സ്. ദിസ് നമ്മൾ ഈ ഫംഗ്ഷനിൽ HTTP അത് ഓൾറെഡി നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, HTTP ക്ലയൻറ്റ് ഡോട്ട് പോസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ദിസ് ഡോട്ട് URL, അതായത് ഞാനിവിടെ ഒരു URL ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ PHP ഫയൽ കിടക്കുന്ന ലൊക്കേഷൻ്റെ URL. ഇതിപ്പോൾ ലോക്കൽ ഹോസ്റ്റിൽ അതുകൊണ്ട് ഞാൻ ലോക്കൽ ഹോസ്റ്റ് കൊടുത്തു. നിങ്ങൾ ചെയ്യുമ്പോൾ സെർവറിലെ എന്തെങ്കിലും ഡൊമൈൻ്റെ പേരാണെങ്കിൽ ഡൊമൈൻ്റെ നെയിം, ഫംഗ്ഷൻ്റെ പാത്ത് കൊടുക്കുക. ദിസ് ഡോട്ട് URL പ്ലസ് ആ URLിലുള്ള PHP ഫയലിൽ ആ ലൊക്കേഷൻ അത് കൊടുത്തു, ഫുൾ URL കൊടുത്തു. പിന്നെ കോമ ഇട്ടിട്ട് നമ്മൾ ഡാറ്റ പാസ് ചെയ്യാണ്. അതായത് JSON ആണ്, അതുകൊണ്ട് ഇങ്ങനെ ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് തുടങ്ങിയിട്ട് ഡാറ്റ എന്നുള്ള വേരിയബിൾ ഉണ്ടാക്കിയിട്ട് ആ അറേ ഫുൾ അസൈൻ ചെയ്ത് വിടുകയാണ്. അത്രയാണ് ഫംഗ്ഷൻ. അപ്പോൾ ഇത്രയും റൺ ചെയ്ത ശേഷം പിന്നെ നമുക്ക് PHP പേജ് പോയി ലോഡായിട്ട് അതിൻ്റെ അവിടുന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഡോട്ട് സബ്സ്ക്രൈബ് എന്നുള്ള കീവേഡ് നമ്മൾ ഇതിലെല്ലാം ഉപയോഗിക്കുന്നത് ജാവാസ്ക്രിപ്റ്റിൽ. എന്നിട്ട് ഡാറ്റ കാൾ ചെയ്യും. എന്നിട്ട് ഞാൻ ഒരു അലേർട്ട് കൊടുത്ത അലേർട്ടിൽ നമുക്ക് ജസ്റ്റ് ആ ഡാറ്റ ഡിസ്പ്ലേ ചെയ്താൽ മതി. ജസ്റ്റ് ഇപ്പോൾ ഞാൻ ടെക്സ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ വേരിയബിൾ ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. അതായത് ആ PHP പേജിൽ എന്താണോ റിട്ടേൺ ചെയ്യുന്നത് അത് നമ്മൾ പ്രിന്റ് ചെയ്യിക്കാനാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം, ഈ പേജ് നമ്മളെ HTTP ക്ലയൻറ്റും ഫോമും ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് HTTP ക്ലയൻറ്റ് ഒരു വേരിയബിൾക്ക് അസൈൻ ചെയ്യാൻ കൺസ്ട്രക്ടർ വഴി. അതിനുശേഷം ഫോം സബ്മിറ്റ് ചെയ്ത ശേഷം സംഭവിക്കേണ്ട ഫംഗ്ഷൻ അതിലൊരു എല്ലാ ഡാറ്റ ഒരു അറേക്ക് അസൈൻ ചെയ്യും. പിന്നെ നമ്മളൊരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ട് URL വഴി പാസ് ചെയ്യാനുള്ള
ഇത് റെസ്റ്റ് API നമ്മൾ URL ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേരിയബിളിലേക്ക് പിന്നെ ഇത്രയാണ് അത് സെൻഡ് ചെയ്യാനുള്ള PHP പേജിക്ക് പോസ്റ്റ് ചെയ്യാനുള്ള കോഡ്. അത് കഴിഞ്ഞ് പോസ്റ്റ് ചെയ്ത ശേഷം ഇവിടെ നമ്മൾ തിരിച്ച് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാം ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് സബ്സ്ക്രൈബ്. അപ്പോൾ ഞാൻ എൻ്റെ PHP പേജ് ഓപ്പൺ ചെയ്ത് തരാം. PHP ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു PHP എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് email.php എന്നുള്ളൊരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് PHPയിൽ നമ്മൾ പുറത്തുനിന്ന് പോസ്റ്റ് എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ഇത്രയും ഹെഡറിൽ കൊടുക്കണം. അത് നമുക്കറിയാം API ചെയ്യുമ്പോൾ ഹെഡർ ആക്സസ് കൺട്രോൾ അലോ ഒറിജിൻ ഞാൻ അവിടെ സ്റ്റാർ എല്ലാ URL കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡൊമൈൻ സ്പെസിഫൈഡ് ആണ് വെച്ചാൽ ആ ഡൊമൈൻ്റെ പേരോ ലോക്കൽ ഹോസ്റ്റ് കൊടുത്താൽ മതി. പിന്നെ ഹെഡർ ടൈപ്പ് അത് ഞാൻ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് JSON അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം മതിയെങ്കിൽ അത് കൊടുക്കാം. പിന്നെ ആക്സസ് കൺട്രോൾ മെത്തേഡ് ഗെറ്റ് പോസ്റ്റ് എല്ലാവരും കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതിനുശേഷം നമ്മൾ ഫോം പോസ്റ്റിലുള്ള എല്ലാ കണ്ടന്റും ഫയൽ ഗെറ്റ് കണ്ടന്റ് വഴി ഒരു വേരിയബിൾക്ക് അസൈൻ ചെയ്തു. അതിനെ JSON ആയതുകൊണ്ട് ഡീകോഡ് ചെയ്ത് ഒരു വേരിയബിൾ കിട്ടു. പിന്നെ ആ വേരിയബിളിൽ നിന്ന് നമ്മൾ മുന്നേ പോസ്റ്റ് ചെയ്യുമ്പോൾ ഡാറ്റ എന്നുള്ള വേരിയബിൾ വഴി അറിവ് കൊടുത്ത ആ ഡാറ്റയിലുള്ള നെയിം എല്ലാം എടുത്തു. ഞാൻ ഈ നെയിം മാത്രം റിട്ടേൺ ചെയ്യാണ്. എക്കോ കൊടുത്തു. PHPയിൽ നമ്മൾ പ്രിന്റ് കൊടുത്തു. അത് നമ്മൾ ഫോമിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ നെയിം നമ്മളെ ഫോമിൻ്റെ ഫീൽഡ് നെയിം എന്താണോ കൊടുക്കുന്നത് അതാണ് ഡിസ്പ്ലേ വരേണ്ടത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നെയിമിൻ്റെ ഫീൽഡിൽ മലയാളം എന്ന് കൊടുക്കുകയാണ്. ബാക്കിയെല്ലാം ഡമ്മി, അത് നമ്മളൊന്നും ചെയ്യുന്നില്ല. നിങ്ങളിനിപ്പോൾ ഡാറ്റാബേസിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡാറ്റാബേസിക്ക് വിട്ടാൽ മതി. ഇമെയിൽ ആണെങ്കിൽ ഇമെയിൽ ആക്കി സബ്മിറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ മലയാളം എന്ന്. ഞങ്ങൾക്ക് അത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കൊടുത്തേക്കാം. റെസ്റ്റ് API എന്നോ റെസ്റ്റ് API കണ്ടോ അത് വന്നു. ഈ PHP കോഡിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന വേരിയബിൾ എല്ലാം കാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ PHP വേരിയബിൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ MySQL വഴി ഡാറ്റാബേസിക്ക് ആണെങ്കിൽ MySQLൻ്റെ കണക്ഷൻ കൊടുത്ത് ഇൻസേർട്ട് ആ ഡാറ്റാബേസിക്കുള്ളത് കൊടുത്താൽ മതി. അല്ല നിങ്ങൾ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇമെയിൽ അയക്കുന്നതെങ്കിൽ ജസ്റ്റ് PHPയിലുള്ള ഇമെയിൽ വെച്ച് ഇമെയിൽ ഫംഗ്ഷൻ വെച്ചിട്ട് ഇമെയിൽ സെൻഡ് ചെയ്യാൻ കൊടുത്തത് മതി. അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ റെസ്റ്റ് API ട്യൂട്ടോറിയൽ മനസ്സിലായി എന്നാണ് കരുതുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.